നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ നാട്ടില് പുതുതായിട്ട് ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പ്രവാസികൾ നാട്ടിൽ വന്ന് ഒരുപാട് ഷോപ്പുകൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ ആയാലും എന്റെ സുഹൃത്തുക്കളുടെ ആയാലും പലരും ഷോപ്പ് തുടങ്ങിയവരുണ്ട്, തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു ചർച്ചയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പൊ ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു ഷോപ്പ് പുതിയതായി തുടങ്ങിയിട്ടുള്ളതാണ്. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, അൽഹംദുലില്ലാഹ് സെറ്റാണ്, കുഴപ്പമില്ല. ഒരുപാട് പേര് തുടങ്ങുന്നുണ്ട്. എന്താ പറയാ, പല രീതിയിൽ. അതായത് പലരും പ്രവാസികൾ ഗൾഫിൽ നിന്നുകൊണ്ട് നാട്ടിൽ ഷോപ്പ് തുടങ്ങുന്നുണ്ട്. ചിലര് നാട്ടിൽ വന്നിട്ട് പലരോട് അഭിപ്രായം ചോദിക്കും, ഏതാണോ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. നാട്ടിലുള്ളവരോട് അഭിപ്രായം ചോദിച്ചിട്ട് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ വഴി. കാരണം വേറൊന്നുമില്ല, നമുക്കൊരു സംഭവം തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മ നേരിട്ട് തന്നെ, അതായത് ഇപ്പൊ പ്രവാസി ആയാലും ഇപ്പൊ നാട്ടിലുള്ള ആരായാലും നേരിട്ട് തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. അതിപ്പോ സ്ഥാപനം നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ പ്രവാസി ആയിരിക്കുന്ന സമയത്ത് നാട്ടിൽ തുടങ്ങാതിരിക്കുക. നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ നേരിട്ട് നമ്മൾ കണ്ടതിന് ശേഷം, റൂമായാലും അവിടുത്തെ എന്തെല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം തുടങ്ങാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഗൾഫിൽ നിന്നുകൊണ്ട് നാട്ടിൽ ഷോപ്പ് തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സംഭവം നല്ല കാര്യമാണെന്ന് വിചാരിക്കും. അതായത് അവിടെ നിന്നുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ വന്ന് ഷോപ്പിൽ ഇരിക്കാൻ കാര്യങ്ങൾ നോക്കാന്നുള്ളത്. പക്ഷെ അത് ചെയ്യാതിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്, നമുക്ക് നാട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലുള്ള സമയത്താണ് ഇപ്പൊ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത്. പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ എടുത്ത് പറയുന്നത്. കാരണം പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിക്കും, ഒരു റൂം എടുക്കാൻ പറയും, റൂം എടുക്കും. എന്നിട്ട് ഏതാണോ പറ്റിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ഐറ്റം ഇറക്കിയിട്ട് ഷോപ്പ് തുടങ്ങുന്നുണ്ട് പലരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചാൽ കൂടുതലായിട്ട് ഓപ്ഷൻ വരുന്നത്, പലരും വിളിച്ചു ചോദിക്കും നമുക്ക് നാട്ടിലൊരു സ്ഥാപനം തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടതുള്ളത്. ആ സമയത്ത് കൂടുതലും വരുന്ന ഒരു ഐഡിയ കോഫി ഷോപ്പ്. ഇപ്പൊ എന്റെ പരിചയത്തിൽ തന്നെ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിട്ട് കൊടുക്കാട്ടിട്ടുണ്ട്. കോഫി ഷോപ്പ് അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറന്റ്, ഹോട്ടൽ, ആ ഒരു സംഭവം. അതിൽ പച്ചക്കറി, മീൻ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി. പിന്നുള്ളത് ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെയുള്ള ഇത്. പിന്നെ വരുന്നത് പലചരക്ക്, സ്റ്റേഷനറി, എന്താ പറയാ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഷോപ്പുകൾ. അതൊക്കെയാണ് കൂടുതലായിട്ടും ഓപ്ഷനിൽ വരുന്ന ഷോപ്പുകൾ. ഇതിലേത് തന്നെയായാലും തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള ഉദ്ദേശം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ് ചെറുതായിട്ട് തുടങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മിനിമം ചായ അടിക്കാനെങ്കിലും അറിഞ്ഞിരിക്കണം. അത് കൂടാതെ എന്തൊക്കെ ഐറ്റാണ് അവിടെ വിൽക്കേണ്ടത് എന്നുള്ളൊരു മെനു നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ, അതല്ല ഇന്ന ഐറ്റാണ് നമ്മൾ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഐറ്റം നമുക്ക് ഉണ്ടാക്കാനും അറിയണം. എല്ലാം ജോലിക്കാരെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നടപടിയാവുന്ന കേസല്ല. ജോലിക്കാര് വരും, കുറച്ച് ദിവസം വന്നവര് പോയി കഴിഞ്ഞാൽ ഷോപ്പോടെ അടച്ചിടേണ്ടി വരും. ഇവിടെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്, കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. നാട്ടിൽ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പല ഷോപ്പുകളായാലും എന്ത് ഐറ്റം തന്നെയായാലും നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യമായ ഐറ്റം എന്താ പറയാ, ഒരു ബിസിനസിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങാം. ഒരു കാരണവശാലും എടുത്തു ചാടി ഒരാളും പൈസ ഇറക്കാതിരിക്കുക. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കാൻ വേണ്ടി ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. പരമാവധി എടുത്തു ചാടി ചെയ്യാതിരിക്കുക, ഇറങ്ങാം. അതായത് നമുക്ക് നോക്കിയിട്ട് ഓക്കെ ആണ്, കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. അതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം ഏതാണോ, ഇപ്പോ ഇതിപ്പോ ഡ്രസ്സാണ്, ഡ്രസ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം, അതിലേക്ക് ഇറങ്ങാം. അതല്ലെങ്കിൽ ചെരുപ്പുണ്ട്, ചെരുപ്പിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം. വിശദമായിട്ട് അറിയാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇട്ട് നോക്കല് കാര്യങ്ങൾ മാത്രമല്ല, ഇതിന്റെ ഹോൾസെയിൽ ഷോപ്പുകൾ, ഹോൾസെയിൽ മാർക്കറ്റുകൾ. ഇപ്പൊ നമ്മളെ ജില്ലയിൽ നമ്മൾ തുടങ്ങുമ്പോൾ, നമ്മുടെ ജില്ലയിൽ എന്തായാലും ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. അതുകൂടാതെ എറണാകുളം, കോഴിക്കോട് എല്ലായിടത്തും ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം ഒന്ന് കറങ്ങി എവിടെയാണോ നമുക്ക് വിലക്കുറവ് എന്നുള്ളത് നമ്മൾ നേരിട്ട് പോയിട്ട് നോക്കേണ്ട കാര്യം. ഒരിക്കലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം നമുക്ക് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പല ഷോപ്പിൽ നിന്നും പല ആളുകളും പൈസ വാങ്ങിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അത് കാണുന്ന നമ്മൾക്കും അറിയാം, അവർക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അത് കുഴപ്പമൊന്നുമല്ല പറഞ്ഞത്, അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മ ആ ഒരു വീഡിയോനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല ഐറ്റം കിട്ടണമെന്നില്ല, അതല്ലെങ്കിൽ കറക്റ്റ് വിലക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പല ഹോൾസെയിൽ മാർക്കറ്റ് വിശദമായിട്ട് പഠിക്കുക. പല ഷോപ്പുകളും പല ഹോൾസെയിൽ മാർക്കറ്റും കറങ്ങിയതിന് ശേഷം എവിടെയാണോ നമുക്ക് വിലയും കുറവ് വേണം, അതിനനുസരിച്ച് ക്വാളിറ്റി വേണം. ഇപ്പൊ എന്തൊരു ഐറ്റം ആയാലും, ഇപ്പൊ ചെരുപ്പ് അല്ലെങ്കിൽ ചെരുപ്പിന്റെ മുമ്പ് ചെരുപ്പിനെ കുറിച്ചാണ് കൂടുതൽ അറിയുക, അല്ലെങ്കിൽ ഈ തുണികളെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം എടുത്ത് പറയുന്നത്. ഈ ഡൽഹിയിൽ നിസ്സാര പൈസക്ക് കിട്ടും, 12 രൂപ, 11 രൂപ, 10 രൂപയ്ക്ക് 15 രൂപയ്ക്കും ചെരുപ്പ് കിട്ടുന്ന കടകളുണ്ട്. പക്ഷെ ആ സെയിം സാധനം തന്നെ 25-നും 30-നും കിട്ടുന്ന കടകളുണ്ട്. പക്ഷെ ഇതിൽ രണ്ടിലും ക്വാളിറ്റി വ്യത്യാസമുണ്ട്, ക്വാളിറ്റി ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്.
ഇപ്പൊ ഡ്രസ് ആണെങ്കിൽ പാലക്കാട് ജില്ലയിൽ കൊടുവായൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം നല്ല എല്ലാ ഡ്രസ്സുകൾ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെയും ഒരുപാട് ഷോപ്പുകൾ ഉണ്ട്. അവിടെയും നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. മലയാളികൾ പറ്റിക്കുക, അല്ലെങ്കിൽ ഹിന്ദിക്കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രം പറ്റിക്കപ്പെടുന്നല്ല, അവിടെ പോയി കഴിഞ്ഞാലും പറ്റിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ കൊടുവായൂർ പോയിട്ട് നമുക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവിടെയും നമ്മ നോക്കിയെടുക്കാൻ അറിയണം. അപ്പൊ ഏതൊരു പ്രൊഡക്റ്റ് ആണോ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ച് വിശദമായിട്ട് അറിയുമെങ്കിൽ മാത്രം അതിലേക്ക് ഇറങ്ങാം. ഒരു കാരണവശാലും അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ആ പണിക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി ഇൻ കേസ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പ് നമ്മ റൂം എടുക്കുമ്പോഴായാലും, നമ്മൾ റൂം എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലാണെങ്കിൽ പല എന്താ പറയാ പല ഇതിലാ വരുന്നത്. അഡ്വാൻസ് റെന്റ്, ചിലപ്പോ ലീസിന് എടുക്കുന്നവരുണ്ട്. ഈ അഡ്വാൻസ് റെന്റ് ഒക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാല് ഹൈവേയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം ആളുകൾ പാസിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നോക്കിയെടുക്കുക. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നോക്കിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നിസ്സാര വാടകയ്ക്ക് റൂം കിട്ടാനുണ്ടാവും. പക്ഷെ ആ റൂം എന്താ പറയാ ആൾക്കാരില്ലാത്ത സ്ഥലമായിരിക്കാം. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം. റൂമായാലും നമ്മ അഡ്വാൻസ് വാടക ഏറ്റവും കുറവ് നോക്കി എടുക്കുമ്പോ ആ സ്ഥലത്ത് ആളുകൾ ഉണ്ടോന്നും കൂടി നോക്കണം. ഇത് സാധനം വാങ്ങാൻ ആള് വരണല്ലോ, അതും കൂടെ നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് പറഞ്ഞാൽ ഇപ്പൊ ഇത് ബിസിനസിനെ കുറിച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അതിന് ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിന് പോയിട്ട് പഠിച്ചിട്ടോ അങ്ങനെയുള്ള സംഭവം അല്ല പറയുന്നത്. നമ്മൾ ലൈവായിട്ട് ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു കാരണവശാലും എന്ത് ബിസിനസ് ആയാലും പ്രവാസികളോടാണ്. നിങ്ങൾ അവിടെ നിന്നുകൊണ്ടൊന്നും ചെയ്യാതിരിക്കുക. നാട്ടിൽ വന്നതിന് ശേഷം, അതല്ലെങ്കിൽ നാട്ടിൽ എത്രയും വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്വേഷിപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് തന്നെയായാലും, ഈ കോഫി ഷോപ്പ് ആയാലും അതല്ല വെജിറ്റബിള് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി, പലചരക്ക്, എന്ത് തന്നെയായാലും ഇപ്പൊ ഡ്രസ് ആയാലും ചെരുപ്പ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇത് തന്നെയായാലും തുടങ്ങുമ്പോൾ വിശദമായിട്ട് അതിന്റെ ഹോൾസെയിൽ മാർക്കറ്റുകൾ നമുക്ക് വിലക്കുറവിൽ അതും നല്ല സാധനം കിട്ടണം. അതായത് ഏറ്റവും വിലക്കുറവ് നോക്കി പോയി കഴിഞ്ഞാൽ ഏറ്റവും ലോക്കലായിരിക്കും കിട്ടുക. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ തുണി ഐറ്റംസ് നമുക്ക് കിട്ടാനുണ്ട്, കുറവിന് കിട്ടാനുണ്ട്. പക്ഷെ അത് ഏറ്റവും ലോക്കൽ സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ അത് നോക്കി എടുക്കാനും കൂടി അറിയണം. അതല്ലെങ്കിൽ ചെരുപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഡൽഹി പോയി കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര പൈസക്ക് കിട്ടും. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാ. പക്ഷെ അത്രയും വിലക്കുറവിന്റെ സാധനം എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മളെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഇത് ക്വാളിറ്റി കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിൽ തൃശ്ശൂരായാലും കൊച്ചിയിലായാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും മാർക്കറ്റുകളുണ്ട്, ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ട്. അപ്പൊ എല്ലായിടത്തും അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വിലക്കുറവിനാണെങ്കിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം. അതായത് ആദ്യത്തെ പോലല്ല, മുമ്പത്തെ പോലല്ല. അതായത് ഗൾഫിന് പോകുന്ന സമയത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇപ്പോഴത്തെ നമ്മളെ നാടിനെ കണ്ടിട്ട് നേരെ കച്ചവടത്തേക്ക് ഇറങ്ങരുത്. മുമ്പ് ചിലപ്പോൾ കച്ചവടം ചെയ്ത ആൾക്കാരായിരിക്കാം, ഷോപ്പ് നടത്തിയ ആൾക്കാരായിരിക്കാം, പിന്നെ പ്രവാസത്തിലേക്ക് പോയി തിരിച്ചു വന്നിട്ട് നടത്തുന്നതാണ്. അതേ ചിന്ത വെച്ച് നടത്തരുത്. കാരണം അന്നുള്ള എന്റെ 100 ഇരട്ടി ഷോപ്പുകൾ ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ട്. എല്ലായിടത്തും ഷോപ്പുകളുണ്ട്. ഇപ്പൊ ഫ്ലാറ്റുകൾ കാര്യങ്ങൾ പൊന്തി അതിനിടയിൽ റൂമുകൾ, എന്താ പറയാ കട റൂമുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഏരിയയിൽ ഇപ്പൊ ചെറിയൊരു ഏരിയ ആണ്, ചെറിയൊരു ജംഗ്ഷനിലാണെങ്കിൽ ആ ചുറ്റുവട്ടത്തെ ആളുകൾ കച്ചവടം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഓൾറെഡി അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ അത്യാവശ്യം ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ബജ്ജി ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പ്, ആ ഷോപ്പ് ആ ഒരു ചുറ്റുവട്ടത്തെ ആളുകൾ കച്ചവടം കിട്ടുള്ളൂ. ആൾക്ക് അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ള കച്ചവടം നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മ ഓടിപ്പോയി നോക്കുമ്പോൾ അത് കുഴപ്പമില്ല, അവിടെ നല്ല കച്ചവടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ സാധനം അതേ സെന്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കച്ചവടം നേരെ പകുതിയാവും. ആൾക്കും പകുതിയായി, തുടങ്ങുന്ന ആൾക്കും ഒരു പകുതിയെ കിട്ടുള്ളൂ. അല്ലാണ്ട് അത് മുഴുവനായിട്ട് കിട്ടൂല. അല്ലെങ്കിൽ പുറത്തുനിന്ന് അതിന് വേണ്ടി ആൾക്കാർ വരുന്നില്ല. അതൊരു ചെറിയൊരു ഏരിയയിലത്തെ കച്ചവടം മാത്രമേ കിട്ടുന്നത്. അതുകൊണ്ട് എവിടെയും ഒരു ഷോപ്പിൽ കച്ചവടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത് തന്നെ പോയിട്ട് അതേ സെയിം സാധനം തുടങ്ങിയിട്ട് കാര്യമുണ്ട്. അതായത് ഒരുപാട് ആളുകൾ പുറത്തുനിന്നും വരുന്ന സ്ഥലമാണെങ്കിൽ, ഇപ്പൊ തൃശ്ശൂരാണ്, അതല്ലെങ്കിൽ ഇത് നമ്മുടെ തൃപ്പയാറ്, കൊടുങ്ങല്ലൂർ പോലുള്ള ഏതെങ്കിലും അത്യാവശ്യം പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന സ്ഥലമാണെങ്കിൽ അത്യാവശ്യം ഒരു ചെരുപ്പ് കടട്ടുണ്ട്, കടയിൽ നല്ല കച്ചവടമാണെന്ന് കാണുമ്പോൾ എന്റെ അടുത്ത് വേറെ കടകൾ വരും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം അതിനുള്ള ആളുകൾ വരുന്നുണ്ട്. നമ്മളെ തുണിക്കടകളുണ്ട്, അടുപ്പിച്ച് കുറെ കടകളുണ്ട്. അങ്ങനത്തെ പല സ്ഥലത്തുണ്ട് കേട്ടോ. അതായത് പുറത്തുനിന്ന് ആളുകൾ വരുന്നോടത്ത് ഓക്കെ അങ്ങനെ ചെയ്യാം. നേരെ മറിച്ച് ചെറിയ ഏരിയയിൽ പോയിട്ട് ഒരാളൊരു കട നടത്തുമ്പോൾ അതിന്റെ അടുത്ത് തന്നെ പോയിട്ട് വേറെ അതേ സെയിം സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇല്ലാണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ പലരും വിളിച്ചു പറയുമ്പോ, പ്രവാസികളാകുമ്പോ വിളിച്ചു പറയുന്ന കേസ് എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വിളിച്ചു പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, ഇന്ന ഷോപ്പ് നല്ല ഇപ്പോൾ സ്റ്റേഷനറി ഉണ്ട്, സ്റ്റേഷനറി കടയിൽ നല്ല കച്ചവടമാണ്, നമുക്ക് അതുപോലത്തെ നോക്കാന്ന് പറയുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. നാട്ടിൽ വന്നിട്ട് ഇപ്പൊ നാട്ടില് ഉള്ള ആളുകൾ പറയുന്നതിനേക്കാളും നേരിട്ട് വന്നിട്ട് നോക്കിയിട്ട് അതിനുവേണ്ടി ഒരു 3-4 മാസം പൊക്കോട്ടെ നിൽക്കാം. ഈ 4 മാസം പോണതും ഈ ഇറക്കിയ പൈസ പോണതും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 3-4 മാസം
പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വിശദമായിട്ട് അന്വേഷിച്ച് പഠിച്ച് മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ എന്ത് ആണെങ്കിലും ചെയ്തോ, അതായത് എന്താണെന്ന് ആഗ്രഹിക്കുക അത് ചെയ്തോ. ഒരു കാര്യം ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്യണമെന്നോ പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് പരമാവധി നേരിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ഷെയർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടിലുള്ളപ്പോൾ ചെയ്യുക. അവിടെ നിന്നും കൊണ്ട് നാട്ടില് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, കാർ റെന്റ് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്ന കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതും ഗൾഫിൽ നിന്നിട്ട് എന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള അറിവാണ്, പലരും ചെയ്യുന്നുണ്ട്. അതായാലും നമ്മൾ നാട്ടിലുണ്ടോ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടിലുണ്ടോ നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുക. പരമാവധി അവിടെ നിന്നുകൊണ്ട് പ്രവാസിയായിരിക്കെ നാട്ടില് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഇപ്പൊ ഏറ്റവും ബെറ്റർ വഴി. ഞാൻ ഈ വീഡിയോ ലെങ്ത് കൂടി പോകുന്നുണ്ട്, അടുത്തൊരു വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ വീഡിയോ ഞാൻ കുറിച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ, ശരിക്കും ഇത് നമുക്ക് കാണിച്ചു തന്നിട്ട് പറയണം. അതാണ് ഞാൻ വിചാരിച്ചത്. കാരണം കുറെ ഷോപ്പുകൾ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഇപ്പോ ഇത് തൃശ്ശൂരാണ്. ഇപ്പൊ കൊടുങ്ങല്ലൂരോ ഗുരുവായൂരോ വാടാനപ്പള്ളിയിലോ തൃപ്പയാറോ തൃശ്ശൂരോ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഷോപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ തിരക്കുള്ളൊരു സെന്ററാണ്. ഇപ്പൊ തൃശ്ശൂരാണ്. തൃശ്ശൂര് നമുക്ക് നല്ല തിരക്കുള്ള ഒരു ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ആ ഒരു ഏരിയക്ക് പറ്റിയ ഷോപ്പുകൾ ഉണ്ടാവും. ആ ഒരു ഷോപ്പിന്റെ അടുത്ത് തന്നെ വേറെ ഷോപ്പുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ ചെരുപ്പുണ്ടോ, ആ ചെരുപ്പ് കട തന്നെ അടുപ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് നല്ല കച്ചവടം ഉണ്ട്. അവരതിനുള്ള വാടക കൊടുക്കുന്നുണ്ട്, അഡ്വാൻസ് കാര്യങ്ങളെല്ലാം സാലറി ആയിട്ടും എല്ലാ കാര്യം കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അതിന്റെ അടുത്ത് വേറെ ഷോപ്പ് വരുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് കച്ചവടം കിട്ടുന്നുണ്ട്. കാരണം അവിടെ പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അതേ സെയിം സംഭവം നമ്മൾ ചെറിയ ഉള്ള ഏരിയകളിലൊന്നും പരീക്ഷിക്കാതിരിക്കുക. പൈസ പോയ ഒരുപാട് പേരുണ്ട്. കാരണം പലയിടത്തും ആ കച്ചവടം കണ്ടിട്ട് പോയിട്ട് ഷോപ്പ് തുടങ്ങിയിട്ട് രണ്ടു കൂട്ടർക്ക് ഇല്ലാതായ അവസ്ഥയുണ്ട്. ഈ കാര്യം പരമാവധി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രവാസികളോട് പരമാവധി ശ്രദ്ധിക്കുക. നാട്ടിൽ വന്ന് ഒരു ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു വഴി. അതല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് മാത്രം ചെയ്യാം. വീണ്ടും പറയാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാം. ഓക്കെ.